ഹലോ എവരിവൺ, ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എല്ലാവരും നോക്കി നിന്ന ഒരു ദിവസമായിരുന്നു ബഡ്ജറ്റ് ആയിട്ടുണ്ട് വന്നിട്ടുള്ള കുറച്ച് റിഫോംസ് എന്താണ്, കുറച്ച് ചേഞ്ചസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ചും ഇല്ലാതിരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടു, പെട്ടെന്നുള്ളൊരു ഫാൾ നിങ്ങൾ കണ്ടു. അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നുള്ളൂ. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. സോ ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 10% നിന്ന് 12.5% മാറ്റി. അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വർഷത്തിൽ കൂടുതൽ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോസ് ആവുന്ന ടാക്സുകൾ നേരത്തെ 10% എങ്കിൽ ഇപ്പോൾ അത് 12.5% ആക്കി മാറ്റി. സോ സെക്കൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 15% നിന്ന് 20%-ലേക്കാക്കി. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിനകത്തും നിങ്ങൾ ഹോൾഡ് ചെയ്ത സ്റ്റോക്സിൻ്റെ കേസാണ്. പിന്നെ പറയുമ്പോഴുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഓപ്ഷനിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് 0.062% നിന്ന് 0.1%-ലേക്കാണ് കൂട്ടിയത്. അതേപോലെ ഫ്യൂച്ചേഴ്സിൻ്റെ കേസിൽ വരുമ്പോഴാണെങ്കിൽ 0.0125% നിന്ന് 0.02%-ലേക്ക് October 1 ഇത് ഇംപ്ലിമെൻറ്റിംഗ് ഫ്രം October 1 ഇങ്ങനൊരു ചേഞ്ചും വന്നിട്ടുണ്ട്. പിന്നെയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ബഡ്ജറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു ഹോൾ കൺട്രി എന്നുള്ള രീതിയിലായിരിക്കും വരിക. പക്ഷേ ഈ പ്രാവശ്യം അത് റീജിയൻ സ്പെസിഫിക് ആയിട്ടാണ് വന്നത്. അതായത് ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്ന് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ കുറച്ച് ഫണ്ട് അലൊക്കേഷൻ കൂടുതലായിട്ട് വരികയും, അപ്പം ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഇതിന് ഇൻഫ്രാ കമ്പനികളിലേക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ എന്തായാലും വളരണം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് വളരാനുള്ള, ഫോർ എക്സാമ്പിൾ സിമെൻറ്റ്, അങ്ങനെയുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപെക്സിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ, കാരണം ഇൻഡസ്ട്രീസിൽ വളരണം അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് കൂടുതൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ ആവശ്യമാണ്. സോ അവിടെ ബേസിക്കലി പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഇപ്പം നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ 0.12% ഡൗൺ ആയിട്ടും, അതേപോലെ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ഒരു 0.09% ആണ് ഇന്ന് ക്ലോസിങ് വന്നിട്ടുള്ളതും. പിന്നെ ഉള്ളൊരു മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനാലിസിസ് പെർസ്പെക്റ്റീവ് പറയാനാണെങ്കിലും ഒരു 80% ചാൻസ് എന്ന് വെച്ചിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു 75% ചാൻസ് എന്ന് വെച്ചിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 30 days ആയിട്ടും നമുക്കൊരു ലോങ് റാലി കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടും, ഈ പറഞ്ഞ ടാക്സ് ഇമ്പോസിഷൻ കൊണ്ടും, അതേപോലെ ഈ പറഞ്ഞ ക്യാപെക്സിൻ്റെ കാര്യങ്ങൾ കൊണ്ടും എന്തായാലും ഒരു കറക്ഷൻ ഉള്ള ഒരു സാധ്യത എന്തായാലും മാർക്കറ്റിലുണ്ട്. സോ നമ്മുടെ ഒരു ബേസിക് ഒരു അനാലിസിസ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ എനിക്കിതിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഒബിയസ്ലി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലാണുള്ളത്. അതിൻ്റെ മേജർ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ GDP 5ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ എന്തായാലും നമ്മുടെ കടങ്ങൾ കുറയുന്നുണ്ട്, കൂടുതൽ ഇൻഫ്ര വളരട്ടെ, അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാവട്ടെ, ഈ ഒരു രീതി തന്നെ ഈ ഇന്ത്യ ബുള്ളിഷായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റോക്ക് റിലേറ്റഡ് ന്യൂസ് കാര്യങ്ങളായിട്ട് നമ്മളൊരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് ഇതുപോലെ വീഡിയോസ് വേണം, അതും ഇത്തരം ഷോർട്ടായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്, ആൻഡ് ഇഫ് യു ലൈക്ക് വാട്ട് ഐ എം ഡൂയിങ്, just do give me a subscribe. I'll see you on another video. Until then, take care. Bye bye.